പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇനി പിടികിട്ടാനുള്ളത് 3 പേരാണ്. ഇവരിൽ 2 പേർ വിദേശത്താണ്. 57 പേരാണ് കേസിൽ ഇതുവരെ പിടിയിലായിരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ പെൺകുട്ടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. 64 പേരിൽ നിന്ന് പീഡനം നേരിട്ടെന്നായിരുന്നു മൊഴി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് ഈ വിവരം അപ്പോൾ തന്നെ പത്തനംതിട്ട SP VG വിനോദ് കുമാറിനെ അറിയിച്ചു. ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. പെൺകുട്ടിയുടെ മൊഴി വിശദമായി എടുത്തതിൽ നിന്നും പോലീസ് അന്വേഷണത്തിൽ നിന്നും വിവിധ കേസുകളിലായി 60 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ആകെ 31 FIR-കൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട, ഇലവുംതിട്ട, മലയാലപ്പുഴ സ്റ്റേഷനുകൾക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം സ്റ്റേഷനിലും സംഭവത്തിൽ ഒരു കേസ് നിലവിലുണ്ട്. പ്രതികളുടെ ശരാശരി പ്രായം 17 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്. പ്രതികളിൽ പലരും പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം വഴിയും മറ്റു സുഹൃത്തുക്കൾ വഴിയുമാണ്. ഇതിലേറ്റവും ഞെട്ടലുളവാക്കുന്നതാകട്ടെ പ്രതികളിൽ 5 പേർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നതാണ്. ഇനി പിടിയിലാകാനുള്ള 3 പേരിൽ 2 പേർ വിദേശത്താണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. കാലതാമസം ഒട്ടുമില്ലാതെ ഭൂരിഭാഗം പേരെയും അറസ്റ്റ് ചെയ്യാനായത് അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നീക്കമൊന്നുകൊണ്ട് മാത്രമാണ്. 24 പത്തനംതിട്ട.